ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് അഫക്റ്റിംഗ് HR. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചോളം സ്ഥാപനത്തിൻ്റെ അകത്തും പുറത്തും നിന്നുള്ള പല ഫോഴ്സസ് എങ്ങനെയാണ് HR-നെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് കാറ്റഗറീസ് ആണെന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കുക. എൻവയോൺമെൻറ്റ്, ഒരു ബിസിനസ് നടത്തുന്ന സമയത്ത് ബിസിനസ്സിനകത്തും പുറത്തുമായിട്ടുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ അകത്തും പുറത്തുള്ള എൻവയോൺമെൻറ്റ് പറയുമ്പോൾ എക്സ്റ്റേണലി ആ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഇൻറ്റേർണലി ഉണ്ടായിരിക്കും. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അതും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് പുറത്തുള്ള കാര്യങ്ങൾ, അതായത് പൊളിറ്റിക്കലായിട്ടും എക്കണോമിക്കലായിട്ടും സോഷ്യൽ, ലീഗൽ, ടെക്നോളജിക്കൽ, എൻവയോൺമെൻറ്റലായിട്ടുള്ള എല്ലാ ട്രെൻഡുകളും HR-നെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നത്. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആണ്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള പോളിസികൾ, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ ബിസിനസ്സിൻ്റെ HR പ്രാക്ടീസിനെ എപ്പോഴും അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഈ ഒരു HR എന്ന ഒരു ഫീൽഡ് കോൺസ്റ്റൻ്റ്ലി ഷിഫ്റ്റിംഗ് ആണ്, അഡാപ്റ്റിംഗ് ടു ദ ചേഞ്ചിങ് പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ഇൻ വിച്ച് ഇറ്റ് ഓപ്പറേറ്റ്. ഏതൊരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണോ ഒരു ഫേം അതിൻ്റെ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടുപോകുന്നത്, അവിടുത്തെ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് അതിന് അനുയോജ്യമല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആര് ഭരിക്കുന്നു, ഏത് പാർട്ടി ഭരിക്കുന്നു, അവർ ഏതിനൊക്കെ മുൻതൂക്കം കൊടുക്കുന്നു, ഏതൊക്കെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നു, ഏതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ സബ്സിഡീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, അപ്പോൾ ഏതിന് പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ HR പ്രൊഫഷണൽ എന്ത് ചെയ്യണം, ഈ ഒരു നോളജ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കറൻ്റ്ലി എന്തൊക്കെ പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് നമ്മളിപ്പം ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു കാര്യത്തിൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നത്. മാനേജ്മെൻറ്റ് ഷുഡ് അപ്ഡേറ്റഡ് ദ കറണ്ട് പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം. പോളിസി ചേഞ്ചസ് ആൻഡ് പബ്ലിക് സെൻറ്റിമെൻറ്റ് ടു സ്റ്റേ എഹെഡ് ഓഫ് പൊട്ടൻഷ്യൽ ഇഷ്യൂസ്. അപ്പോൾ പോളിസികൾ അതിനനുസരിച്ചുകൊണ്ട് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഇനി രണ്ടാമത്തത് എക്കണോമിക് ഫോഴ്സസ് ആണ്. എക്കണോമിക് ഫോഴ്സസ് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ചില ശക്തികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. കാരണം ഒരു എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ കൃത്യമായിട്ടുള്ള എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. എന്തൊക്കെയാണ് ഈ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ലൈക്ക് നേച്ചർ ഓഫ് എക്കണോമിക് സിസ്റ്റം, നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റം, സാമ്പത്തിക വ്യവസ്ഥ എന്താണ്, ജനറൽ ആയിട്ടുള്ള എക്കണോമിക് കണ്ടീഷൻസ്, സാമ്പത്തിക സ്ഥിതി എന്താണ്, പലതരത്തിലുള്ള എക്കണോമിക് പോളിസികൾ എങ്ങനെയാണ്, വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്ലൂഡിങ് ഹ്യൂമൻ റിസോഴ്സസ്. ഏതൊക്കെയാണ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ഫ്ലക്ച്വേറ്റിംഗ് എക്കണോമിക് കണ്ടീഷൻ ക്യാൻ അഫക്റ്റ്, ഈ കോൺസ്റ്റൻ്റ് അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള കണ്ടീഷൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഓരോ സ്ഥാപനത്തിലും എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന റിക്രൂട്ട്മെൻറ്റ്, ലേ ഓഫുകൾ, എംപ്ലോയി ബെനിഫിറ്റ്സ്, റിസഷൻ, എക്കണോമിക് ബൂംസ് ആൻഡ് ജനറൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ അഫക്റ്റ് കൺസ്യൂമർ ഡിമാൻഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ എംപ്ലോയി ബെനിഫിറ്റിനും അതെല്ലാം അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ സാമ്പത്തികമായിട്ട് വരുന്ന മാന്ദ്യങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക് ബൂംസ്, സാമ്പത്തികമായിട്ടുള്ള വളർച്ചകൾ, ഇതെല്ലാം ജനറൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് അതിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ നീഡ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹ്യൂജ് എക്കണോമിക് ഫാക്ടർ എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണ്. തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന എക്കണോമിക് ഫാക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് മാർക്കറ്റ് റേറ്റ്, ആ ഓരോ മാർക്കറ്റ് റേറ്റ്, വേജസ്, ഇന്ന് നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് ഈ ഒരു ജോലി ചെയ്യുമ്പം അവർക്ക് കിട്ടേണ്ട കൂലി എന്ന് പറയുന്നത് മാർക്കറ്റ് റേറ്റ് ഫോർ വേജസ് ആൻഡ് സാലറീസ്, അതിനെയാണ് അഫക്റ്റ് ചെയ്യപ്പെടുന്നത്. ഗ്ലോബലൈസേഷനും വൻതോതിൽ ഡ്രമാറ്റിക് ഇഫക്റ്റാണ് HR-ൽ കൊണ്ടുവരുന്നത്. എക്കണോമിക് എൻവയോൺമെൻറ്റ് ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ HR പ്രാക്ടീസസ്. സോ നമ്മുടെ ഒരു സാമ്പത്തിക വ്യവസ്ഥ, സ്ഥിതി, ഫോഴ്സസ് എന്ന് പറയുന്നതൊക്കെ തീർച്ചയായിട്ടും HR-നെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് വരുന്നത്, സോഷ്യൽ ഫാക്ടേഴ്സ് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ആ സമൂഹത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണ് HR-നെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം കൾച്ചറൽ ഡൈവേഴ്സിറ്റി, അതായത് പല സംസ്കാരത്തിലുമുള്ള നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന പോലെ പല തരത്തിലുള്ള കൾച്ചറൽ ഡൈവേഴ്സിറ്റി അവിടെ ഉണ്ടാവുന്നുണ്ട്. എംപ്ലോയി മൊറൽ, അപ്പോൾ ആ ഒരു സമയത്ത് ഓരോ എംപ്ലോയീസിൻ്റെയും മൊറാലിറ്റി അതിനനുസരിച്ച്
വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ടാകുമ്പോൾ എംപ്ലോയി മൊറാൽ ക്യാൻ അഫക്റ്റ് ട്രെയിനിങ് മെത്തേഡ്സ്. ചില ട്രെയിനിങ് മെത്തേഡുകൾ അത് അഫക്റ്റ് ചെയ്യും. പെർഫോമൻസ് ഇവാലുവേഷൻ, അതുപോലെ എങ്ങനെയാണ് ഹയർ ചെയ്യേണ്ടത് എംപ്ലോയീസിനെ, അതിനെല്ലാം അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓർഗനൈസേഷൻ മസ്റ്റ് അവെയർ ദീസ് സോഷ്യൽ കൺസിഡറേഷൻ. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, ഒരു ട്രെയിനിങ് മെത്തേഡ് കൊടുക്കുന്ന സമയത്ത് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ സോഷ്യൽ കൺസിഡറേഷൻസ് നമ്മൾ അവെയർ ആയിരിക്കണം. ആൻഡ് അവരുടെ എങ്ങനെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യണം, ആസ് വെൽ ആസ് എങ്ങനെ ആളുകളെ ഹയർ ചെയ്യണം, ആൻഡ് ഫയറിംഗ് പ്രാക്ടീസസ് സിൻസ് ദേ ക്യാൻ ഹാവ് എ ബിഗ് ഇൻഫ്ലുവൻസ് ഓൺ പ്രൊഡക്ടിവിറ്റി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. കാരണം നല്ലൊരു പ്രൊഡക്ടിവിറ്റിയും സാറ്റിസ്ഫാക്ഷനും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങളെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം അവിടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്തായാലും കൊണ്ടുവരണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ലീഗലായിട്ട് വരുന്ന ഫാക്ടേഴ്സാണ്. ലീഗൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, നിയമവ്യവസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് HR പോളിസീനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഓർഗനൈസേഷൻ have to adopt their human resource management practice according to the law prevalent in a country. ഓരോ രാജ്യത്തും തൊഴിൽ നിയമങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മാത്രമാണ് അവർക്ക് HR പോളിസീസ് ഒക്കെ ഫോമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലീഗൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഗൈഡ് എംപ്ലോയി ഹയറിംഗ്. കൃത്യമായിട്ട് നിയമവശങ്ങളുണ്ട്. ഒരു എംപ്ലോയിനെ എപ്പോഴാണ് നമ്മൾ ഹയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ നിലനിർത്തണം, അവർക്ക് എങ്ങനെ സാലറി കൊടുക്കണം. HR ആസ്പെക്ട്സ് റിക്വയർ കെയർഫുൾ കൺസിഡറേഷൻ ഓഫ് ദ ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ ചെയ്യുമ്പം നിയമവും കൂടി അനുശാസിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കൂടി നമ്മൾ ഉൾപ്പെടുത്താൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഈ ഇത്തരത്തിലുള്ള നിയമവ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാവണം. അതിനനുസരിച്ചായിരിക്കണം ഇതെല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. And possible risk related to health and safety has become an increasingly important part of managing organization human resources. ഇപ്പോൾ ഓർഗനൈസേഷൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുക എന്ന് പറയുമ്പം അവിടെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഹെൽത്തിനും അവരുടെ സേഫ്റ്റിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വാൻസസ് ആണ്. ടെക്നോളജിയാണല്ലോ ഏറ്റവും വലിയ റെവല്യൂഷനായി മാറിയിരിക്കുന്നത്. കാരണം വളരെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സാങ്കേതിക വിദ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ എപ്പോഴും എടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ലേറ്റസ്റ്റ് ആയിട്ടൊരു ടെക്നോളജി വരുന്നോ അതിനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാൻ പറ്റുക. വളരെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്സ് ഉണ്ടാവും, ഇൻ്റർവ്യൂ ടെക്നിക്സ് ഉണ്ടായിരിക്കും, ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ടെന്ന്, പെർഫോമൻസ് മാനേജ്മെൻറ്റ് ടൂളുകളും സോഫ്റ്റ്വെയർ ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ഡാറ്റയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുക. അതോടെ തന്നെ ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് HR കോസ്റ്റ്. ഈ ഒരു മേഖലയിൽ വരുന്ന വലിയൊരു ചെലവ് കമ്പനികളെ സംബന്ധിച്ചോളം കുറയ്ക്കാൻ സാധിക്കും. കാരണം ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തതോടുകൂടി തന്നെ ഒരുപാട് കോസ്റ്റ് അവർക്ക് ഇതിലൂടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ എംപ്ലോയി മൊറാലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, ഡിലേസ് ഇൻ പ്രോസസ്സിങ് പേപ്പർ വർക്ക് ഓർ ഒബ്റ്റെയിനിങ് സർവീസസ്. ഏതെങ്കിലും തരത്തിലൊരു സർവീസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ പരമാവധി സമയം പാലിച്ചുകൊണ്ട് തന്നെ, അതായത് വൈകിപ്പിക്കാതെ പേപ്പർ വർക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ടെക്നോളജിയുടെ സഹായത്തോടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഹാവ് എനേബിൾഡ് ഓർഗനൈസേഷൻ ടു ക്രിയേറ്റ് എഫിഷ്യൻറ്റ് പ്രോസസ്സസ് ദാറ്റ് എനേബിൾ ബിസിനസ് ടു ഫോക്കസ് ഓൺ ഏരിയാസ് സച്ച് ആസ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയി എൻഗേജ്മെൻറ്റ്. ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിലും എംപ്ലോയീസിനെ എൻഗേജ് ചെയ്യുന്ന കാര്യത്തിലും വളരെ എഫിഷ്യൻറ്റ് പ്രോസസ്സോട് കൂടിയിട്ട് തന്നെ നമുക്ക് ടെക്നോളജിയുടെ അഡ്വാൻസിനെ ആക്സെപ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇവിടെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സും വേണം, ഒപ്പം തന്നെ ഓഫീസൊക്കെ ഓട്ടോമേറ്റഡ് ആവും വേണം. അപ്പോൾ ആ ഒരു ഓട്ടോമേഷൻ വരുമ്പോൾ നല്ലൊരു ബെറ്റർ പ്ലാനിങ് ഉണ്ടാകുമ്പോഴാണ് നല്ല ഓവറോൾ എഫിഷ്യൻസി ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്, ആറാമത്തെ പോയിന്റിൽ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആണ്. ഇനി നമ്മൾ എന്ത് പോളിസികൾ ഫോമുലേറ്റ് ചെയ്യുമ്പോഴും എൻവയോൺമെൻറ്റിനെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ സുസ്ഥിരത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. കാരണം ഒരു സപ്പോർട്ടിങ് എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റിയാണ് അവിടെ പറയുന്നത്. മാനേജ്മെൻറ്റ് ഷുഡ് കൺസിഡർ ദ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ് ആൻഡ് ക്യാപ്പബിലിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ വെൻ പ്ലാനിങ് ഫോർ എൻവയോൺമെൻറ്റൽ ഗോൾസ്. എൻവയോൺമെൻറ്റൽ ഗോൾസ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്തിനൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ്, നമ്മളുടെ എംപ്ലോയീസിൻ്റെ നീഡ്സും അവരുടെ ക്യാപ്പബിലിറ്റീസ് ഓഫ് ഓർഗനൈസേഷനും, ഇത് രണ്ടും നമ്മൾ കെയർഫുള്ളായിട്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം ഈ ഒരു കാര്യം ഫിക്സ് ചെയ്യാൻ, ഗോൾ ഫിക്സ് ചെയ്യാൻ.
ഇതൊന്നും കൺസിഡർ ചെയ്യാതെ വിത്തൗട്ട് കൺസിഡറിങ് ദ സ്കിൽ സെറ്റ്, എന്താണോ സ്കില്ല് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്താണോ ട്രെയിനിങ്ങും ടെക്നോളജിയും നീഡഡ് ബൈ എംപ്ലോയീസിന് ഏത് തരത്തിലുള്ള ട്രെയിനിങ്ങും ടെക്നോളജിയാണ് ആവശ്യം, ആസ് വെൽ ആസ് ദെയർ കമ്മിറ്റ്മെൻറ്റ് ടു സസ്റ്റൈനബിലിറ്റി, അതേപോലെ തന്നെ അവർക്ക് സ്ഥാപനത്തോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എങ്ങനെയാണ്. ആൻഡ് ഓർഗനൈസേഷൻ ഹാസ് ഫാർ ലെസ് ചാൻസ് ഓഫ് സെറ്റിംഗ് ആൻഡ് മീറ്റിംഗ് ആംബിഷ്യസ് ഗോൾസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടിയിട്ട്, കാരണം എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ വാട്ട് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് വിൽ ബി നീഡഡ് ടു റീച്ച് ദീസ് ഒബ്ജക്റ്റീവ്സ്. ഓരോ ഓർഗനൈസേഷനും അച്ചീവ് ചെയ്യാൻ ഒരുപാട് ഒബ്ജക്റ്റീവുകളുണ്ട്. ആ ഒബ്ജക്റ്റീവ് ആരിലൂടെ നേടിയെടുക്കുന്നത്? അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിലൂടെയാണ്. അപ്പം അവരുടെ പോരായ്മകൾ അറിയുക, അവർക്ക് ലേണിംഗ് ചെയ്യാനും അതേപോലെ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക, സ്റ്റഡി ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക, കോർഡിനേറ്റ് ചെയ്യുക ആക്ടിവിറ്റീസിനെ, എന്നിട്ട് ഡിസൈഡ് ഔട്ട്കമ്മിലേക്ക് എത്തുക എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കോൺസ്റ്റൻ്റ്ലി ഇവോൾവിങ് ബീയിങ് ഇമ്പാക്റ്റഡ് ബൈ ഫാക്ടേഴ്സ് ബോത്ത് വിതിൻ ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ കൺട്രോൾ ഓഫ് HR പ്രൊഫഷണൽസ്. നമുക്ക് പല ഫാക്ടേഴ്സ് എപ്പോഴും അതിനെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എപ്പോഴും ഉണ്ടായിരിക്കും. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് സസ്റ്റൈനബിലിറ്റി ഇനീഷ്യേറ്റീവ് ഇൻ HR പ്രാക്ടീസസ്. നല്ല രീതിയിൽ നല്ലൊരു HR പ്രാക്ടീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു കൾച്ചർ ഓഫ് റെസ്പോൺസിബിലിറ്റി നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി 7ാമത്തെ പോയിന്റ് പറയുന്നതാണ് ഡെമോഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഡെമോഗ്രാഫി എന്ന് പറയുമ്പോൾ എന്താ? ചേഞ്ചിങ് ഏജ് സ്ട്രക്ചർ ആൻഡ് ഡൈവേഴ്സിറ്റി ഫാക്ടേഴ്സ് ആർ അഫക്റ്റിംഗ് വർക്ക് പ്ലേസ് ഡൈനാമിക്സ്. ഒരു വർക്ക് പ്ലേസ് ഭയങ്കര ഡൈനമിക് ആവണമെങ്കിൽ, ഭയങ്കര ഫാസ്റ്റ് ചേഞ്ചിങ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അവിടെ ഒരു ഏജ് നമ്മൾക്ക് ചേഞ്ച് ആവുക എന്നുള്ള ആ ഒരു സ്ട്രക്ചറും, അതായത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഏജ്ഡ് ആയ ആളുകൾ ചെയ്യുന്നൊരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് ആ സ്ഥാപനത്തിനോട്. എന്നാൽ ഇപ്പം പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളുടെ കുറേ ഐഡിയാസും അവിടെ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ഏജിൻ്റെ പാറ്റേൺ ചേഞ്ച് ആവുക, കാരണം വളരെ ഫ്രഷ് ബ്ലഡും ഉണ്ടായിരിക്കും, അതേപോലെ എക്സ്പീരിയൻസ്ഡ് ഉണ്ടാവുമ്പം അവയെ രണ്ടിനെയും നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതായത് ഒരു പ്ലാൻ ഫോർ റിട്ടയർമെൻറ്റ് ആൻഡ് സക്സഷൻ വിൽ പ്രൊമോട്ട് ഇൻക്ലൂസീവ് വർക്ക് പ്ലേസ് കൾച്ചർ. നമ്മുടെ സ്ഥാപനത്തിൽ എത്ര പേര് റിട്ടയർഡ് ആവാറായിട്ടുണ്ട്, എത്ര പേര് ആ ഒരു പോസ്റ്റിലേക്ക് വീണ്ടും അവിടെ ഒരു ഒഴിവ് വരുമ്പോൾ അതെങ്ങനെ നമുക്ക് നികത്തണം, ആ ഒരു വർക്ക് പ്ലേസിൻ്റെ കൾച്ചറിനെ ഉൾക്കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ചേഞ്ചസ് ഇൻ ലേബർ മാർക്കറ്റ്. എപ്പോഴും ലേബർ മാർക്കറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? അഫക്റ്റ് ഹയറിംഗ് ആൻഡ് റിട്ടൻഷൻ സ്ട്രാറ്റജി. എപ്പോഴും എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ നിലനിർത്തി കൊണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല കഴിവോടുകൂടി അവരെ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നിർത്താൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അവരുടെ ആ ഒരു ബുദ്ധിയും കഴിവും അവരുടെ എഫേർട്ടും ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ആ ഒരു ഹൈ സാലറി നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം വരുന്നത്. അപ്പോൾ അതെങ്ങനെ ഹയർ ചെയ്യണം, എങ്ങനെ ഉള്ളവരെ റീറ്റെയിൻ ചെയ്യണം, റിട്ടൻഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് എന്നെല്ലാം സ്ഥിരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം HRM ഷുഡ് സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് ലേറ്റസ്റ്റ് മാർക്കറ്റ് ട്രെൻഡ്. ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് എന്താണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജീസും മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. 9ാമത്തെ പോയിന്റിൽ പറയുന്നത് കോമ്പറ്റീഷനാണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് എപ്പോഴും പലതരത്തിലുള്ള മത്സരങ്ങൾ അധിഷ്ഠിതമാണ്. ഹൈറ്റൻഡ് നീഡ് ഫോർ ക്വാളിറ്റി ടാലൻറ്റ് ആൻഡ് റിട്ടൻഷൻ. തീർച്ചയായിട്ടും അവിടെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരിക, അതേപോലെ തന്നെ അവരെ മറ്റൊരു സ്ഥാപനം കൊത്തിക്കൊണ്ടു പോവാതിരിക്കാൻ പറഞ്ഞ സാലറി കൊടുത്തുകൊണ്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ആൾക്കാർ കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ അതിലൊന്നും ഇടവരുത്താതെ നമ്മൾ എന്ത് വില കൊടുത്തും അവരെ നമ്മുടെ സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താനുള്ള ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. എംപ്ലോയി ഇന്നോവേറ്റീവ് റിക്രൂട്ട്മെൻറ്റ് സ്ട്രാറ്റജീസ് ഫോക്കസ് ഓൺ. പുതിയ തരത്തിൽ കുറേ റിക്രൂട്ട്മെൻറ്റ് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്. അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന എംപ്ലോയി ഡെവലപ്മെൻറ്റും റെക്കഗ്നീഷനുമാണ്. അവരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, അതേപോലെ തന്നെ അവരെ കഴിവുകളെ അംഗീകരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മുടെ HR പോളിസിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, സ്ട്രാറ്റജിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ HRMനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആയിരുന്നു, 2ാമത്തെ എക്കണോമിക് ഫാക്ടേഴ്സ്, 3ാമത്തെ സോഷ്യൽ ഫാക്ടേഴ്സ്, 4ാമത്തത് ലീഗൽ ഫാക്ടേഴ്സ്, 5ാമത്തെ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, 6ാമത്തെ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, 7ാമത്തത് ഡെമോഗ്രാഫിക്, ആൻഡ് 8ാമത്തെ പോയിന്റിൽ ചേഞ്ചസ് ഇൻ ലേബർ മാർക്കറ്റ്, ആൻഡ് ലാസ്റ്റ് വൺ പറഞ്ഞത് കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് തീർച്ചയായിട്ടും നമ്മുടെ HR പോളിസീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.